മുതിർന്ന കോൺഗ്രസ് നേതാവ് ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. അസുഖബാധിതനായതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് പ്രേംലാൽ കൂടി ചേരുന്നുണ്ട്. പ്രേംലാൽ, എപ്പോഴായിരുന്നു അന്ത്യം സ്ഥിരീകരിച്ചത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് രാവിലെ 6:30-യോടെയാണ് അന്തരിച്ചത്. മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശിവരാജ് പാട്ടീൽ അസുഖബാധിതനെ തുടർന്ന് കുറച്ചു നാളുകളായി ലാത്തൂരിലെ വസതിയിലായിരുന്നു ചികിത്സ. വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ഇന്ന് 6:30-യോടെയാണ് അന്ത്യം സംഭവിച്ചത്. 91 വയസ്സായിരുന്നു. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ശിവരാജ് പാട്ടീൽ നിരവധി അഭിമാനകരമായ പദവികൾ വഹിച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള പാട്ടീൽ മറാഠവാഡ മേഖലയിൽ ലാത്തൂരിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശിവരാജ് പാട്ടീൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായും മുമ്പ് ലോക്സഭാ സ്പീക്കറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലാത്തൂർ ലോക്സഭാ സീറ്റിൽ നിന്ന് 7 തവണ പാട്ടീൽ വിജയിച്ചിരുന്നു. മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ പാട്ടീൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്നിരുന്നാലും ആക്രമണത്തെ തുടർന്ന് വിമർശനങ്ങൾ നേരിട്ടതിനെ തുടർന്നായിരുന്നു പിന്നീട് അദ്ദേഹം രാജിവെച്ചത്. സുരക്ഷാ വീഴ്ചകളെ കുറിച്ചുള്ള വിമർശനങ്ങളായിരുന്നു രാജിയിലേക്ക് നയിച്ചത്. മുംബൈ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് സംബന്ധിച്ച് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തായിരുന്നു രാജി. ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന ശിവരാജ് പാട്ടീൽ പതിറ്റാണ്ടുകളായി കേന്ദ്ര മന്ത്രിസഭയിൽ നിരവധി സുപ്രധാന വകുപ്പുകൾ വഹിക്കുകയും ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ശബ്ദമായി തുടരുകയും ചെയ്തിരുന്നു. 7 തവണ ആണ് ലാത്തൂർ ലോക്സഭാ സീറ്റിൽ നിന്ന് പാട്ടീൽ വിജയിച്ചത്. മേഖലയിൽ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് സാന്നിധ്യം സ്ഥാപിക്കുകയും വർഷങ്ങളോളം പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തെ രൂപപ്പെടുത്തുകയും ചെയ്യാൻ ഇദ്ദേഹത്തിന്റെ സേവനം വളരെ വിപുലമായിരുന്നു. 2010 മുതൽ 2015 വരെ അദ്ദേഹം പഞ്ചാബ് സംസ്ഥാനത്തിന്റെ ഗവർണറും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിന്റെ അഡ്മിനിസ്ട്രേറ്ററുമായിരുന്നു. ശ്രീനിധി, സംസ്കാരം മുംബൈയിൽ ലാത്തൂരിൽ തന്നെ ആയിരിക്കും നടക്കുക. അതിന്റെ വിശദ വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. ശ്രീനിധി, തീർച്ചയായും നിരവധി സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. അസുഖബാധിതനായതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. മുംബൈയിൽ നിന്ന് പ്രേംലാലാണ് വിവരങ്ങൾ നൽകിയത്.